ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതിന് നമ്മുടെ സെക്കൻഡ് റെസിപ്പി തക്കാളി ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായി നമ്മൾ ഒരു ഹാഫ് ടീസ്പൂൺ കടുകും പച്ചമുളകും ചതച്ച വെളുത്തുള്ളി ഇട്ട് വഴറ്റിയ ശേഷം തക്കാളിയും സവോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ് ഗൈസ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ എഗ് റോസ്റ്റിൻ്റെ, അതിൽ വോയിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്താണ് ഞാനത് കണ്ടത്, അതായത് ഞാൻ കേട്ട് നോക്കിയപ്പോൾ അതിൽ വോയിസ് ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് തിക്കായി കിട്ടണം നമുക്കിത്. പിന്നെ ഞാനും നന്ദുബായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ഭയങ്കര സമാധാനമുള്ളൊരു ദിവസമായിരുന്നു. വളരെ സ്ട്രെസ്സില്ലാതെ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിൽ വന്ന് നിൽപ്പുണ്ട് അദ്ദേഹം. ഞങ്ങൾ രണ്ടുപേരും കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ തക്കാളി ഈ എഗ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നന്ദമ്മയ്ക്ക്. അതുപോലെ തന്നെ തക്കാളി വഴറ്റിയതും ഈ ഗ്രേവി ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നൈറ്റ് എനിക്ക് ഫുഡ് വേണ്ട, അപ്പോൾ നന്ദമ്മയ്ക്ക് മാത്രമായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ വീട്ടിൽ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് രസം പോലെ ആക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി, ആ ഒരു തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കുന്ന രീതിയിൽ ഒന്ന് എടുത്താൽ മതി. അങ്ങനെ ഏകദേശം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടാം, നല്ലതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാത്രിയിൽ ചോറ് കഴിക്കുന്നവർക്കോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ്, അടിപൊളി ഒരു റെസിപ്പിയാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ രണ്ട് ഐറ്റങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി വിത്ത് എഗ് റോസ്റ്റും ഒരു തക്കാളി ഗ്രേവി ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഞങ്ങളുണ്ട് മാത്രമുള്ളപ്പം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ രണ്ട് വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും